BJP-യുമായി കൂട്ടുകെട്ട് ഉണ്ടാക്കാനാണ് DMK-യുടെ ശ്രമമെങ്കിൽ അത് വെള്ളത്തിൽ വരച്ച വര പോലെയാവും. കാരണം DMK എന്ന പാർട്ടി പ്രസ്ഥാനം നിലനിൽക്കുന്നത് തന്നെ മതേതര വോട്ടിന്റെ പേരിലാണ്. അവർക്ക് ആകെ ഗുണമെന്ന് പറയാൻ കഴിയുന്നത് ഇൻക്ലൂസീവായ ഒരു പൊളിറ്റിക്സ് ഉണ്ട് എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് DMK-ക്ക് യാതൊരു ഗുണവുമില്ലാത്ത ഇന്ത്യയിലെ തന്നെ ഏറ്റവും നാറിയ രാഷ്ട്രീയ പാർട്ടികളിൽ ഒന്നാണ്. കാരണം DMK-ക്ക് അകത്ത് അഴിമതിയുടെ കുംഭകോണം നടന്നുകൊണ്ടിരിക്കുകയാണ്. DMK-യുടെ അഴിമതി കാരണമാണ് UPA സർക്കാർ ആടി ഉലഞ്ഞതും 2G സ്പെക്ട്രവുമായി ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങളിലേക്ക് പോയത്. UPA-യുടെ രണ്ടാം സർക്കാരിന്റെ പരിപൂർണ പരാജയത്തിന്റെ ഉത്തരവാദി DMK-യും കലാനിധിമാരനുമാണെന്ന് നിസ്സംശയം പറയാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ തമിഴ്നാട്ടിൽ തമിഴക വെട്രി കഴകം അവിടെ വിജയിച്ചപ്പോൾ കോൺഗ്രസുമായി സഖ്യം ചേർന്നു. 5 MLA-മാർ TVK-യുടെ ഒപ്പം പോയി. TVK ആണെങ്കിലും ഇന്ത്യ മുന്നണിയിൽ അംഗത്വം എടുക്കാൻ തൽപരരായി നിൽക്കുകയാണ്. അവര് ഈ ആം ആദ്മി പാർട്ടിയെ പോലെയോ അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ കക്ഷികളെ പോലെയോ കോൺഗ്രസിനെ ചെറുതായി കാണുകയോ കോൺഗ്രസിനെ അള്ളുവെക്കാൻ ശ്രമിക്കുകയോ ഒന്നുമല്ല. അവർ മാന്യമായി ഇന്ത്യ മുന്നണിയിൽ ഇടം പിടിക്കാനുള്ള സാഹചര്യങ്ങൾ നോക്കുകയാണ്. തമിഴ്നാട്ടിൽ സെക്യുലർ പ്രോഗ്രസീവ് അലയൻസ് എന്ന രീതിയിൽ DMK കോൺഗ്രസിന് സീറ്റ് കൊടുത്തു. അതിന്റെ പേരിലാണ് കോൺഗ്രസിന് ഇത്രയും MP-മാരെ കിട്ടിയെന്ന് പറഞ്ഞാൽ അതൊന്നും പറഞ്ഞാൽ വിശ്വസിക്കേണ്ട കാര്യമില്ല. കാരണം ഇന്ത്യയിൽ കോൺഗ്രസിന് തമിഴ്നാട്ടിൽ നിന്ന് മാത്രമല്ല MP-മാരുള്ളത്. തമിഴ്നാട്ടിൽ നിന്നുള്ള 9 MP-മാരെ വെച്ചുകൊണ്ടല്ല കോൺഗ്രസ് ഭാവി ചിന്തകളെ വാർത്തെടുക്കുന്നത്. തമിഴക വെട്രി കഴകവുമായി സഖ്യം ചേർന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിന് ഏറ്റവും മികവാർന്ന രീതിയിൽ മുന്നേറ്റം നടത്താൻ കഴിയുമെന്നത് തെറ്റായ വ്യാഖ്യാനവുമല്ല. ഇവിടെ പറഞ്ഞു വരുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ തമിഴ്നാട്ടിൽ മാത്രമാണ് കോൺഗ്രസിന് യാതൊരു രീതിയിലുള്ള ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാനുള്ള സാഹചര്യം ഒന്നും തന്നെ ഇല്ല എന്ന് മനസ്സിലാക്കി ദ്രാവിഡ പാർട്ടികളുമായി കക്ഷി ചേർന്ന് മുന്നോട്ട് പോകാം എന്ന് വിചാരിക്കുന്നു. ദ്രാവിഡ പാർട്ടികൾ എന്ന രീതിയിലുള്ള പോളിസിയും അത്തരത്തിലുള്ള നയങ്ങളും ഒക്കെ തമിഴകം മറന്നു കഴിഞ്ഞിരിക്കുന്നു. അവർക്ക് ഇപ്പോൾ പുതിയ ചുവടുവെപ്പിലേക്ക് ആ സംസ്ഥാനം നീങ്ങണം. ആ സംസ്ഥാനത്തെ വികസന പാതയിലേക്ക് കൊണ്ടുപോകാൻ ആർക്ക് കഴിയും? അവരുടെ കയ്യിൽ ഭരണം ഏൽപ്പിക്കുക. അതിനുവേണ്ടിയുള്ള നീക്കങ്ങളാണ് അവിടെ ഒത്തൊരുമയോടുകൂടി ഒരു രാഷ്ട്രീയ തീരുമാനമായി തമിഴക വെട്രി കഴകത്തിനെയും വിജയിപ്പിച്ചെടുത്തത്. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അതിശക്തമായി തന്നെയായിരിക്കും എല്ലാ പ്രദേശങ്ങളിലും സഖ്യത്തോടു കൂടി തന്നെ മത്സരിക്കുന്നത്. ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി, അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ തമിഴക വെട്രി കഴകം, ഒഡീസയിൽ ബിജു ജനതാദൾ, ആന്ധ്രയിൽ YSR കോൺഗ്രസ്, അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ അവിടെ ശിവസേന ഉദ്ധവ് വിഭാഗത്തിന്റെ പരിപൂർണമായ പിന്തുണ ഉണ്ടാകുമെന്ന് സഞ്ജയ് റാവത്ത് ഇപ്പോഴേ പറഞ്ഞിരിക്കുന്നു. ഇത്തരത്തിൽ തന്നെയായിരിക്കും പോകുന്നത്. അതിന്റെ പേരിൽ നഷ്ടമോ ഏറ്റക്കുറച്ചിലുകളോ ഉണ്ടായാൽ കോൺഗ്രസ് സഹിച്ചോളും. അതിന്റെ പേരിൽ അഴിമതി കാണിക്കുന്ന വലിയ തോതിൽ കുടുംബ പാരമ്പര്യവും രാഷ്ട്രീയ നെറുകേടും കാണിച്ചിട്ടുള്ള DMK-യും സ്റ്റാലിനും മകനും ഒന്നും കോൺഗ്രസിന് അള്ളുവെക്കാൻ വരണ്ട എന്ന് തമിഴ്നാട് കോൺഗ്രസ് ഘടകം പറഞ്ഞതിൽ എന്ത് തെറ്റാണുള്ളത്?